രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ശരിക്കും കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണോ സർക്കാരിൻ്റെ? കണ്ണിൽ പൊടി മാത്രമല്ല, എനിക്കൊന്ന് ചരലും കല്ലുമൊക്കെ വാരിയിടാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. അത് നമ്മളെ സാധാരണ ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ളൊരു സർക്കാരിൻ്റെ ശ്രമമാണ്. കാരണം ഇപ്പം കോടതിയുടെ ഇപ്പം മൂന്നാമത്തെ കേസാണിത്. 2 കേസിൽ ഒരെണ്ണത്തിൽ ജാമ്യം അനുവദിച്ചു, ഒരെണ്ണം ഹൈക്കോടതിയിൽ പരിഗണനയിലിരിക്കുന്നു. അപ്പോൾ ഹൈക്കോടതി ഈ കേസിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ആശ്വാസം കൊടുത്തിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇന്നലെ ശനിയാഴ്ചയാണ്, അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ബോധപൂർവ്വം ഈ ഒരു കേസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കുക, ഞങ്ങൾ ഈ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നവരെ ഞങ്ങൾ അഴിക്കുള്ളിലാക്കുന്നവരാണ്, സ്ത്രീകളുടെ രക്ഷകരാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു സർക്കാരിൻ്റെ ശ്രമം ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, തന്ത്രിയുടെ അറസ്റ്റ്, മന്ത്രിയിലേക്ക് അറസ്റ്റ് പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള തന്ത്രിയും മന്ത്രിയും എന്ന നിലയിൽ ശബരിമല വിഷയം നിൽക്കുന്ന സമയത്ത് ഇതിനകത്ത് ശ്രദ്ധ തിരിച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യവും സർക്കാരിൻ്റെ മുമ്പിലില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോടതിയുടെ ആശ്വാസത്തിൽ പുറത്തു നിൽക്കുന്ന കക്ഷിയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന സമയത്ത് ചെല്ലാം എന്ന് പറഞ്ഞിട്ട് രേഖാമൂലം രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ വിളിച്ചാൽ ഞാൻ ആ നിമിഷം പോലീസിൻ്റെ മുമ്പിലെത്താം. അങ്ങനെ വിളിച്ചാൽ ആ നിമിഷം പോലീസിൻ്റെ മുമ്പിൽ എത്താമെന്ന് പറയുന്ന വ്യക്തിയെ അർദ്ധരാത്രിയിൽ നാടകീയമായ രീതിയിൽ പോയി അറസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ വെനിസ്വേലയിൽ നിന്ന് മഡൂറോയെ അമേരിക്ക തട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊരു ദിവസത്തേക്കും 2 ദിവസത്തേക്കും, ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് ഇത് തന്നെ നിൽക്കും. നാളെ കോടതിയിൽ വരും, വീണ്ടും മാധ്യമങ്ങളെല്ലാം കൂടെ ഈ കോടതിയുടെ അടുത്തേക്ക് പോകും. രാഹുലിനെ അറസ്റ്റ് ജാമ്യം ചിലപ്പോൾ ഒരു വിഷയം കിട്ടിയേക്കാം, കിട്ടാതിരിക്കാം. അപ്പോൾ ഇത് കുറേ ദിവസം കിടന്ന് ചർച്ച ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തന്ത്രി ICUയിലേക്ക് കയറിയിട്ടുണ്ട്. അതോടൊപ്പം ഇനി മന്ത്രിയിലേക്ക് അറസ്റ്റ് നീളുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷയം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മറച്ചു വയ്ക്കാനുള്ളൊരു ശ്രമവും, അങ്ങനെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് സ്ത്രീകളുടെ വിഷയങ്ങളും സ്ത്രീ രക്ഷയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളും സർക്കാർ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്ത്രീകളുടെ വിഷയങ്ങളോട് അല്പമെങ്കിലും ഒരു അനുകമ്പാപൂർവമായ ഒരു സമീപനം ഉണ്ടായിരുന്നെങ്കിൽ ഹൈക്കോടതി പോലും ഞെട്ടിപ്പോയ സംഗതിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അല്ലേ നിരീക്ഷണങ്ങളും അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളും കണ്ടിട്ട്. അതിനകത്തൊക്കെ സാധാരണ സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെയാണ് ഇതിനകത്ത് പെട്ടത്. എന്തുപറ്റി? സർക്കാർ എത്ര വർഷം അതിൻ്റെ പുറത്ത് അടയിരുന്നത്? അതിനുശേഷം എന്ത് സംഭവിച്ചു അല്ലേ? ഇതെല്ലാം നമ്മുടെ മുമ്പിൽ, ഈ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജനങ്ങളെ ഒന്നും കൂടെ വിഡ്ഢികളാക്കാനുള്ളൊരു ശ്രമമാണ്. പഴയ കാലം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലീസിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ചില വ്യക്തികളുടെ താല്പര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ഒരു വളരെ ഒരു ഇടുങ്ങിയ ബുദ്ധിയിൽ ചെയ്ത സാധനമാണെന്നാണ് തോന്നുന്നത്. കാര്യം ഇത് ഗവൺമെൻറ്റിന് തിരിച്ചടിയായിട്ട് ഒരു സാധനം. പിന്നെ ഇത് മാത്രമല്ല, പരോക്ഷമായിട്ട് കോടതിക്കെതിരെ ഒരു വെല്ലുവിളിയും കൂടെയാണ്. അതുകൊണ്ടാണ് കോടതിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതിനും മുൻകൂർ ജാമ്യമോ അല്ലെങ്കിൽ വാദത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറസ്റ്റ് നീട്ടി വയ്ക്കപ്പെട്ടേക്കും എന്നുള്ളൊരു മുൻധാരണ സർക്കാരിനുണ്ട്. കോടതിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത് അറസ്റ്റ് തൽക്കാലം നീട്ടി വെച്ചേക്കും, മറ്റ് 2 കേസുകളിലെ പോലെ നീട്ടി വെച്ചേക്കും എന്നുള്ള മുൻധാരണ കോടതിയെക്കുറിച്ചുള്ളതിൻ്റെ പേരിൽ ആ കോടതിക്കെതിരെയും കൂടെ ഉള്ള ഒരു വെല്ലുവിളിയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സാധാരണ വ്യക്തികളൊക്കെ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു സർക്കാർ ഒരു വ്യക്തിക്കെതിരെ നടപടിയെടുക്കുന്ന സമയത്ത് കോടതിയെ ഈ രീതിയിൽ എന്താ പറയുക, ജനങ്ങളുടെ മുമ്പിൽ, കാരണം കോടതി ഈ ഒരു വ്യക്തിക്ക് ആശ്വാസം കൊടുത്തിരിക്കുന്നു, അതോടൊപ്പം തന്നെ സമാനമായൊരു കേസ് വന്നിരിക്കുന്നു, പെട്ടെന്ന് നടപടിയെടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നാളെ ഇത് കോടതിയിൽ കോടതിയുടെ മുമ്പിലേക്ക് ഇത് വരരുത് എന്നുള്ള വ്യക്തമായ ഉദ്ദേശം സർക്കാരിനുണ്ട്. ഇതൊക്കെ വളരെ മോശമായ കാര്യങ്ങളല്ലേ. അതുമാത്രമല്ല, ഇതെനിക്ക് തോന്നി ഈ നടപടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി സർക്കാരിൻ്റെ PR ഏജൻസി, സർക്കാർ എന്ന് വെച്ചാൽ LDFൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ PR ഏജൻസിക്ക് നിരക്കാത്ത, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിക്ക് നിരക്കാത്തൊരു നടപടിയായി പോയില്ലെന്നൊരു സംശയമുണ്ട്. കാരണം PR ഏജൻസി വളരെ വ്യക്തമായിട്ട് അവർ വളരെ മുൻപ് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാകേണ്ടത് ഈ ഹിന്ദു മുസ്ലിം സ്പർദ്ധയായിരിക്കണം. അതനുസരിച്ചിട്ട് അവർ PR ഏജൻസി കൃത്യമായിട്ടത് കൊണ്ടുപോയി ലാസ്റ്റിൽ ബാലനെ കൊണ്ട് അത് പറയിപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി അത് എൻഡോഴ്സ് ചെയ്തു, ബാലനെ എൻഡോഴ്സ് ചെയ്തു.
ബാലൻ ഇന്നലെ പത്രസമ്മേളനം നടത്തി. അപ്പോൾ ഇതിലൂടെയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അജണ്ടയാണ്. അത് PR ഏജൻസി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് ഈ ഒരു സംഗതി കൊണ്ടുവന്നതോടുകൂടി ഇത് സർക്കാരിന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാരിന് ഈ സ്ത്രീകളുടെ ഇപ്പം സ്ത്രീ സുരക്ഷയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ ഉപയോഗിച്ചും സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ വിഷയത്തെ അല്ലെ സ്ത്രീകളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഇതിനകത്ത് പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. കോൺഗ്രസിൻ്റെ ഭാഗവും കൂടെ നമ്മൾ നോക്കണമല്ലോ. കോൺഗ്രസ്സിന് ഈ പറയുന്ന അറസ്റ്റ് കൊണ്ട് ഗുണമാണോ നഷ്ടമാണോ ഉണ്ടാവുക? കോൺഗ്രസ്സിന് ഗുണമുണ്ടാവുക. കോൺഗ്രസ്സിന് അത് ഒരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്ന ഒരു അപൂർവ സംഭവമായിട്ട് കാണുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ രംഗത്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു വ്യക്തിഗത നടപടിയെടുക്കുന്നത്. ഇപ്പോൾ CPM തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ ഇപ്പം പലരും ഉന്നത സ്ഥാനത്തിരിപ്പുണ്ട്. ഇത്തരം സമാനമായ ആരോപണം നേരിട്ട ആൾക്കാർ അവർക്ക് CPMൻ്റെതായ ഒരു അന്വേഷണ സംവിധാനമുണ്ട്. ആ അന്വേഷണ സംവിധാനമെങ്കിലും അന്വേഷിക്കാതെ നടപടിയെടുക്കത്തില്ല. CPMൻ്റെ സംബന്ധിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പോലീസിൽ കേസ് വന്നാൽ പോലും ഒരു നടപടിയെടുക്കത്തില്ല. മറിച്ച് അവരുടേതായ അന്വേഷണ സംവിധാനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയാണെങ്കിൽ നടപടിയെടുക്കുകയോ ശാസനയോ സസ്പെൻഷനോ അത് കഴിഞ്ഞ് പിൻവലിക്കലോ ഒക്കെയാണ് സംഭവിക്കുക, അല്ലേ? പക്ഷേ ഇവിടെ VD സതീശൻ പറഞ്ഞത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതോടുകൂടി തന്നെ ഫസ്റ്റ് സസ്പെൻഷനിലൂടെ തന്നെ കോൺഗ്രസ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്കോർ നേടുകയാണ് ചെയ്തത്. പിന്നീട് ഒടുവിൽ ഇയാളെ ഡിസ്മിസും കൂടെ ചെയ്തു. അപ്പോൾ അദ്ദേഹം പാർട്ടി മെമ്പറല്ല. അവർക്ക് വളരെ വ്യക്തമായിട്ട് പറയും. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം LDF ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നിടത്തോളം തന്നെ ശരിക്കും പറഞ്ഞാൽ അത് UDFനാണ് ഗുണം ചെയ്യാൻ പോകുക. കാര്യം ഇങ്ങനെയുള്ള ആൾക്കെതിരെ ഞങ്ങൾ നടപടിയെടുത്തു. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലില്ല. സംഗതി കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും പിന്തുണയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പിന്തുണയുണ്ട് താനും. പക്ഷേ എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിക്ക് പുറത്താക്കി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, അല്ലേ? ആ യാഥാർത്ഥ്യത്തോടെ നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്തി ഈ CPM എത്രമാത്രം ഇത് ഉയർത്തുന്നോ അതല്ലെങ്കിൽ ഈ പ്രതിരോധമോ അല്ലെങ്കിൽ ആക്രമണം ഉയർത്താൻ ശ്രമിക്കുന്നോ അതിനനുസരിച്ചിട്ട് UDFന് അത് ഗുണം ചെയ്യുന്നുള്ളതാണ്. MLA സ്ഥാനം അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ടല്ലോ. കാരണം എത്തിക്സ് കമ്മിറ്റി ഇത് എടുക്കുകയാണ്. ഷംസീർ വ്യക്തമാക്കിയിട്ടുമുണ്ട്, സ്പീക്കർ. അതെ. അപ്പോൾ MLA സ്ഥാനം പോകും. ഇനി 3 മാസമേ ഉള്ളൂ ഇലക്ഷൻ. MLA സ്ഥാനം 3 മാസം കഴിയുമ്പോൾ പോകും. അപ്പോൾ ഈ 3 മാസത്തിനിടയ്ക്കുള്ള അടുത്തൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അതായത് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാനും അവർക്ക് അവരുടെ ലേഖകന്മാരെ അല്ലെങ്കിൽ ലേഖികമാർക്കൊക്കെ ആരെങ്കിലും കാണുന്നതുകൊണ്ട് ഓടിക്കൂടാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം തന്നെ നമ്മളിത് ചർച്ച ചെയ്യുന്നുള്ളതിൻ്റെ ഭാഗമാണ്. അതെ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA സ്ഥാനം പോകുമോ ഇല്ലയോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കുറ്റകൃത്യം ചെയ്തിട്ടാണ് തെളിഞ്ഞിട്ടില്ല. ആരോപിതനാണ്. വിഷയം ഹൈക്കോടതിന് മുമ്പിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം ഉയർന്നില്ലേ, സ്വർണ്ണക്കള്ളക്കടത്ത്. അതേപോലെ മറ്റേ KMRLൻ്റെ രേഖകൾ പുറത്തു വന്നില്ലേ, ഇല്ലേ? കരിമണൽ സംഭവത്തിൽ ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ പല കേസുകളൊക്കെ ഇല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റസിലല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം അതുകൊണ്ടത് സർക്കാർ നന്നായിട്ട് അറിയാതെ, പാർട്ടിക്കും അറിയാം ഇത് ഒന്നും ഉണ്ടാകും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA സ്ഥാനം പോകുമോ ഇല്ലയോ, ഇങ്ങനൊരു പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ UDFിലെ അംഗങ്ങൾ അത് അംഗീകരിക്കുമോ? അപ്പോൾ അസംബ്ലിയിൽ ഇത്തരത്തിലുള്ള പ്രമേയം കൊണ്ടുവരികയാണെങ്കിൽ UDFനെ ഒന്ന് വെട്ടിലാക്കാം. കോൺഗ്രസ്സുകാർ ഇതിനെ അംഗീകരിക്കുമോ, അല്ല UDF ഇതിനെ അംഗീകരിക്കുമോ? അപ്പോൾ അത് കോൺഗ്രസ്സിന് വല്ലാത്തൊരു വിഷമവൃത്തിലാകാം, ഇല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ചില നാടകങ്ങൾ ക്രിയേറ്റ് ചെയ്ത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഇതിനകത്തേക്ക് തളച്ചു നിർത്തുക. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള, തന്ത്രി, മന്ത്രി ഇതിനെയൊക്കെ പിന്നാമ്പുറത്തേക്ക് തട്ടിമാറ്റുക. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം.